ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വ്ളോഗിങ് നൂറ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖമാണ്. ഇന്നിപ്പോൾ ഞാൻ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നൂൽപുട്ടിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. എന്തായാലും ഗ്യാസിൽ നൂൽപുട്ടാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അത് എന്തായാലും നൂൽപുട്ടൊക്കെ അവിടെ കിടന്നാവട്ടെ. അപ്പത്തിനും പിന്നെ ഞാനിത് മുട്ടക്കറി വെക്കാൻ പോകുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് ചട്ടിയൊക്കെ വെച്ച് അതിൽ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായപ്പോൾ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഉലുവയൊക്കെ അത് നല്ല പൊട്ടി വന്നപ്പോൾ ഒരു വലിയ ഉള്ളി ഇട്ടാ, മീഡിയം സൈസ് വലിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴഞ്ഞ് വരട്ടെ. ഒന്ന് വഴഞ്ഞ് നല്ലോണം വഴഞ്ഞ് വരണം കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ അരച്ച കറിയാണ് വെക്കുന്നത്. ഇതിപ്പോൾ ചപ്പാത്തിക്കോ പൊറോട്ടക്കോ നൂൽപുട്ടിനോ അപ്പം ഏത് പലഹാരത്തിന് വാങ്ങിച്ചാലും കഴിക്കാം കേട്ടോ. അങ്ങനെ നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് പച്ചമുളകും പിന്നെ തക്കാളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഈ സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ ഇത് ആയതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കുന്നുണ്ട്. മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട പിന്നെ 7 എണ്ണമാണ് പുഴുങ്ങിയത്, നാടൻ മുട്ടയാണ്. അപ്പോൾ ഈ ചൂട് കാരണം തോന്നുന്നു 2 എണ്ണം കേട് വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ 2 എണ്ണം ഞാൻ മാറ്റി പിന്നെ 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മുട്ടയൊക്കെ ഒന്ന് ഒരു തള വരുമ്പോഴത്തേനും പിന്നെ ഞാൻ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് ഗരം മസാലപ്പൊടിയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ആ വീഡിയോ സ്കിപ്പായി കാണാനില്ല. പിന്നെ അത് തേങ്ങയിൽ പെരിഞ്ചീരകമൊക്കെ അരച്ചിട്ട് അതൊക്കെ ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പലഹാരത്തിന് മാത്രമുള്ള ചാറാണ് കേട്ടോ. അപ്പോൾ ചോറിന് ഞാൻ ചീര താളിക്കുന്നുണ്ട്. അപ്പോൾ അത് രാത്രിയാണ് കേട്ടോ താളിച്ചത്. പിന്നെ എന്താ അത്താഴത്തിനൊക്കെയാണ് കഴിക്കുള്ളൂ ചോറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചീരയൊക്കെ താളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തേങ്ങയൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാ. പിന്നെ ഇതാ കുറച്ച് കട്ടിന്ന് തോന്നി, നല്ല ഒത്തിരി കട്ടി തോന്നിയിട്ടാ. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇതൊക്കെ ഒന്ന് മഞ്ഞപ്പൊടി എരിവും മുളകും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. പലഹാരത്തിനായതുകൊണ്ട് തന്നെ ഒരുപാട് എരിവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അത് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വയറ്റി വരുമ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടായതില്ല കേട്ടോ. കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മല്ലിയിലയൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു ചാറിൻ്റെ നല്ലൊരു മണമൊക്കെ ആയ നല്ലൊരു ടേസ്റ്റിയായ മുട്ടക്കറിയാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതവിടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അത് നോമ്പ് തുറക്കാൻ ഇതൊക്കെ സാൻഡ്വിച്ചും ബർഗറും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മോളും പാപ്പിയും കൂടെ പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ്. പിന്നെ ഇതാ ബോണ്ടുണ്ട്, മുന്തിരി ജ്യൂസ് ഉണ്ട്, തരിക്കഞ്ഞി ഉണ്ട്, ഷമാം ജ്യൂസ് ഉണ്ട്, ഒക്കെ അതൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ അവളാണ് ഒക്കെ ചെയ്തത് കേട്ടോ. നൂൽപുട്ടും എന്താ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനൊക്കെ ആയി. താങ്ക് യു.